ഹലോ ആൾ, ദിസ് ഈസ് അജിൻ. അമേസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് കുറച്ച് ലാസ്റ്റ് മൊമെൻറ്റ്സ് ടിപ്സൊക്കെയാണ്. ലാസ്റ്റ് മൊമെൻറ്റിൽ എങ്ങനെ നമുക്ക് എക്സാമിനെ നമുക്ക് ഫേസ് ചെയ്യാം, എക്സാമിൻ്റെ ആ ടെൻഷനും ഒക്കെ മാറ്റാം, എക്സാം ഹോളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ റിവിഷൻ സീരീസ് ഇന്നലെ എൻഡ് ചെയ്തു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അതിൽ എല്ലാ പോയിൻറ്റും പ്രീവിയസ് നിന്നും മറ്റ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പോയിന്റ്സാണ് ആ റിവിഷൻ സീരീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൽ ചെറിയ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓഡിയോയിലൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ചില എറേഴ്സൊക്കെ വന്നിരുന്നു. അതൊക്കെ ആ എറർ വന്നതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ ആ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഇനി കാണാനുള്ളവർ അത് കാണുമ്പോൾ ആ എറേഴ്സ് പിൻ ചെയ്തിരിക്കുന്ന കമൻറ്റ് സെക്ഷനും കൂടെ ഒന്ന് നോക്കണം. ഫസ്റ്റ് കമൻറ്റ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ PDF നോട്ട്സിൽ നമ്മൾ ഈ എറർ എല്ലാം കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അപ് ടു ഡേറ്റ് ആണ്. സോ എല്ലാവരും ഒരു വട്ടം കൂടി ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ലാസ്റ്റ് മൊമെൻറ്റ്സിൽ ഒന്ന് നോക്കണം. പ്രത്യേകിച്ച് ഈ 2 ഡേയ്സിൽ നമുക്കതാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേയ്സിൽ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ആ റിവിഷൻ PDF തന്നെയാണ്. സോ അതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് റീഡ് ചെയ്യണം. കാരണം നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ എറർ കറക്റ്റ് ചെയ്തത് PSCയുടെ കീ വെച്ചിട്ടാണ്. PSCയുടെ കീയെ ബേസ് ചെയ്താണ് നമ്മൾ ആ എറേഴ്സ് കറക്റ്റ് ചെയ്തത്. കാരണം കീയിൽ ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ ആ നോട്ട്സിൽ ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഇന്ന് തൊട്ട് നമുക്കൊരു 4-5 ദിവസമുണ്ട് എക്സാമിന് മുന്നേ. അപ്പോൾ അത് എങ്ങനെ മാക്സിമം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. പിന്നെ പിന്നെ എക്സാം ഹാളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് എക്സാമിന് ഒരു 5 ദിവസം മുന്നേ നമ്മൾ എങ്ങനെയായിരിക്കണം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ടിനെ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും ഈ ലാസ്റ്റ് 5 ഡേയ്സ് എന്ന് പറയുന്നത്. കാരണം അപ്പോൾ നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടുകയാണെങ്കിൽ അത് എക്സാമിൽ വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യും. സോ അത് ഒരു വളരെ എല്ലാവരും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലാസ്റ്റ് ഡേയ്സിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. സോ ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിപ്പയർ യുവർ സെൽഫ് മെൻ്റലി ആൻഡ് ഫിസിക്കലി. കാരണം നമ്മൾ ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ മെൻ്റലി വളരെ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ മെൻ്റലായിട്ട് ഒരിക്കലും ഡൗൺ ആയിരിക്കരുത്. ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം. എക്സാമിന് പോകണം. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റും കറക്റ്റ് ആവത്തുള്ളൂ. മെൻ്റലി പ്രിപ്പയർ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഈ ലാസ്റ്റ് 5 ഡേയ്സിൽ ഒരുപാട് സ്ട്രെസ് ഔട്ട് ചെയ്യരുത്. ഒരുപാട് ഉറക്കമുളച്ചിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മളെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യാം എക്സാമിന്. ഈ ലാസ്റ്റ് 5 ഡേയ്സിൽ നിങ്ങളിപ്പം ഓൾറെഡി നിങ്ങളുടെ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ കറക്റ്റ് അല്ലെങ്കിൽ, എൻ്റെ ഒന്നും സ്ലീപ്പിംഗ് ഷെഡ്യൂൾ കറക്റ്റ് അല്ലായിരുന്നു. ഞാൻ ഈ 5 ഡേയ്സ് കൊണ്ട് ആ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഒന്ന് കറക്റ്റ് ആക്കി. കാരണം ഞാൻ ചിലപ്പോൾ 1, 2, 3 മണി വരെ 4 മണി വരെയൊക്കെ ഇരിക്കും ഉറങ്ങാതെ. അപ്പോൾ അത് കറക്റ്റാക്കി എടുക്കണം ഈ 5 ഡേയ്സ് മുന്നേ. കാരണം എക്സാം രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ അത് കറക്റ്റാക്കി എടുക്കണമെങ്കിൽ ഒരു 5 ഡേയ്സ് നമുക്ക് വേണം. അപ്പോൾ അത് കറക്റ്റ് ആക്കണം. പിന്നെ മെൻ്റലി നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കണം, കുറച്ച് ഹാപ്പി ആയിരിക്കണം. സോ അതിനൊക്കെ നമുക്ക് കുറച്ച് വീഡിയോസ്, കുറച്ച് മ്യൂസിക് അങ്ങനെയൊക്കെ കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ സ്പീച്ച് കേൾക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. സോ അത് കഴിഞ്ഞ് ഫിസിക്കലി പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഈറ്റ് ഹെൽത്തി, ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരാഴ്ച എക്സാമിന് മുന്നേ ഈ ജങ്ക് ഫുഡ്സ്, അനാവശ്യമായിട്ടുള്ള ഫുഡ്സൊക്കെ ഒഴിവാക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഫ്രൂട്ട്സ്, നല്ല വെജിറ്റബിൾസ്, അതൊക്കെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. നല്ല ഹെൽത്തി ഫുഡാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് റിമെമ്പർ ചെയ്യാം. പിന്നെ ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. വെള്ളം നന്നായിട്ട് കുടിക്കുക. വെച്ചാൽ ഓവറായിട്ട് കുടിക്കണമെന്നല്ല, ആവശ്യത്തിന് വെള്ളം. കാരണം ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, നന്നായിട്ട് നമുക്ക് പഠിച്ച് ഓർമ്മയിലിരിക്കണമെങ്കിലും വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാരും പലരും ഇതൊന്നും പറയാറില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സാമിന് മുന്നേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇതും, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഗോ ത്രൂ വാല്യൂസ് ആൻഡ് ഇക്വേഷൻസ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ റിവിഷൻ പോയിന്റിലാണല്ലോ, നമ്മളിപ്പോൾ റിവൈസ് ചെയ്ത് വരുവാണല്ലോ. ഇപ്പം കുറച്ച് 2-4 ദിവസമായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് നിൽക്കുവാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം റിവിഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ഒരു ലാസ്റ്റ് ഒരു 2-3 ഡേയ്സ്, എക്സാമിൻ്റെ ഒരു 3 ഡേയ്സ് മുന്നേ തൊട്ട് ഈ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗോ ത്രൂ വാല്യൂസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇപ്പം കാണാതെ പഠിക്കേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ടല്ലോ.
പെയിൻ കോഎഫിഷ്യൻ്റ് പോലുള്ള വാല്യൂസ്, അങ്ങനെയൊക്കെ കുറച്ച് വാല്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ്, ഇക്വേഷൻസ്, അതൊക്കെ ഈ 2-3 ദിവസം വീണ്ടും എടുത്ത് ഒന്ന് നോക്കണം. അല്ലെങ്കിൽ അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇക്വേഷൻസും വാല്യൂസും ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോഴാണ് നെഗറ്റീവ് മാർക്സ് കൂടുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഈ ഇക്വേഷൻസും വാല്യൂസും ഒന്നുകൂടെ 2 ദിവസം മുന്നേ ഒന്ന് എടുത്ത് നോക്കുക. വേറെ ഒന്നും നോക്കണ്ട, ഈ മറന്നു പോകാൻ സാധ്യതയുള്ള വാല്യൂസും ഇക്വേഷൻസും. പിന്നെ വളരെ പെട്ടെന്ന് മറന്നു പോകുന്ന പോയിൻറ്റ്സും, ആ പോയിൻറ്റ്സ് ഒന്നുകൂടെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ആണ്, ഈ 2-3 ഡേയ്സിലാണ് ഇതൊക്കെ നോക്കേണ്ട. അല്ലാതെ പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ട സമയമല്ല എക്സാമിന് ഒരു 2-3 ഡേയ്സ് മുന്നേ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ടേക്ക് മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്കറിയാം മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ശ്രാവൺ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ അവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്കറിയാം മോക്ക് ടെസ്റ്റ് നമ്മുടെ ആ പേടിയും ആ ടെൻഷനും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം നിങ്ങളൊരു എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ആ ഒരു പേടിയും ആ ഒരു ടെൻഷനും നമ്മൾ മാറ്റുക. അപ്പം നമുക്കറിയാം ഇത്രയൊക്കെ ഉള്ളൂ ഒരു എക്സാം, ഇത്രയേ ഉള്ളൂ കാര്യം. എക്സാം ഹാളിലും ഇതേപോലെ തന്നെ അങ്ങ് എഴുതുക. ഇത് കൂടുതലൊന്നുമില്ല പരീക്ഷയും, ഇത്രയേ ഉള്ളൂ. സോ അതിനു മുന്നേ ഉള്ള ഒരു ട്രെയിനിങ് ആണ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്കറിയാലോ, നമ്മളെപ്പോഴും ട്രെയിൻ ചെയ്യുമ്പോഴാണ് നമ്മളൊരു കാര്യത്തിൽ ബെസ്റ്റ് ആവുന്നത്. അപ്പം ഒരു എക്സാമിന് മുന്നേ ഉള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ആണ്. അതിൽ വലിയൊരു ട്രെയിനിങ് വേറെ ഇല്ല. സോ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുക. ഈ ഒരു 2-3 ഡേയ്സിൽ നിങ്ങൾ കുറച്ച് എക്സാംസ് കറക്റ്റ് എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്നത് പോലെ തന്നെ എഴുതുക. ഒരു അറ്റംപ്റ്റ് തന്നെ ചെയ്യാവൂ, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സിൻ്റെ ആവശ്യമില്ല. ഒരു അറ്റംപ്റ്റിൽ തന്നെ എഴുതി ഒരു എക്സാം ഹാളിൽ എങ്ങനെയാണോ ഒരു എക്സാം എഴുതുന്നത് അതുപോലെ തന്നെ എഴുതുക, ടൈം വെച്ചിട്ട്. ഇനി പറയാനുള്ളത്, എക്സാം ഹാളിൽ നമുക്ക് കുറച്ച് ടിപ്സ്, എക്സാം ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രജിസ്റ്റർ നമ്പർ ഒരു കാരണവശാലും തെറ്റിക്കരുത്. കാരണം എല്ലാം പഠിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ കൊണ്ട് തെറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് പോലും കാണാൻ പറ്റില്ല. നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ. ഇനി എക്സാം എഴുതുന്നതിലേക്ക് വരാം. അതിൽ 3 റൗണ്ട്സ് ആണുള്ളത്. 3 റൗണ്ടായിട്ട് നമുക്കിതിനെ തിരിക്കാം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തു പോകും. ഈസി ക്വസ്റ്റ്യൻ എന്ന് ഉദ്ദേശിച്ചത് നമുക്കൊരു 20-25 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ്, അല്ലെ 20 സെക്കൻഡിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന പ്രോബ്ലം. ഞാൻ പറഞ്ഞത് നമ്മൾ ബബിൾ ചെയ്യുന്നതിനും കൂടെ എടുക്കുന്ന സമയമാണ് ഈ 20 സെക്കൻഡ് എന്ന് പറയുന്നത്. അതിൽ പുറത്ത് പോകരുത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് റൗണ്ട്. അപ്പം നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് പോവുക. അതാണ് ഫസ്റ്റ് റൗണ്ട്. എല്ലാ ക്വസ്റ്റ്യനും 1-2 വട്ടം വായിക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. അത് 100 ക്വസ്റ്റ്യന് നോക്കി പോവുക. അറിയാവുന്നതെല്ലാം എഴുതി പോവുക. ഇനി സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ന്യൂമറിക്കൽസ് ആൻഡ് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര വലുതായിരിക്കാം, ചിലത് ന്യൂമറിക്കൽസ് ആണ്. ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് അറിയാവുന്ന ന്യൂമറിക്കൽസിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ചെയ്യാൻ അറിയാം, എല്ലാം ഓക്കെ, നന്നായിട്ട് അറിയാൻ പറ്റുന്ന ന്യൂമറിക്കൽസ്. പിന്നെ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ്, വായിച്ച് കുറച്ച് സമയം എടുത്ത് തിങ്ക് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതാണ് സെക്കൻഡ് റൗണ്ടിൽ നോക്കി പോകേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ആണ് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് വന്നിട്ട് വീണ്ടും ഇതെല്ലാം നോക്കി പോകണം. കാരണം ഈ ഒരു സ്കില്ല് കിട്ടുന്നത് മോക്ക് ടെസ്റ്റിൽ നിന്നാണ്. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യനെ തരംതിരിക്കാനുള്ള സ്കില്ല് കിട്ടുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വഴിയാണ്. തേർഡ് റൗണ്ടിലാണ് വെരി ടഫ് ക്വസ്റ്റ്യൻസ്. നമുക്കൊരു തരത്തിലും ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് ടൈം എടുത്ത് ഇരുന്ന് ചെയ്താൽ ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് തേർഡ് റൗണ്ടിൽ. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതൊരു ജസ്റ്റ് ലൈക്ക് എ ഫ്രീ ഹിറ്റാണ്. എന്ന് വെച്ചാൽ അത് ചെയ്ത് നമുക്ക് അവസാനം ആൻസർ കിട്ടിയെങ്കിൽ അത് ചിലപ്പം ഭയങ്കര നമ്മുടെ റാങ്കിങ് മുന്നിൽ കൊണ്ടുവരും. അതൊക്കെയാണ് ഈ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് അവിടെ നിർത്തുക. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് വിട്ടേക്കുക. വെറുതെ നെഗറ്റീവ് ആക്കരുത്. അത് ചെയ്ത് ആൻസർ കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ മാർക്ക് ചെയ്യുക. പലർക്കും അത് അങ്ങനെയുള്ളവരാണ് ഈ ഫസ്റ്റ് റാങ്കും ആദ്യത്തെ 10 റാങ്കിലൊക്കെ എത്തുന്നവരൊക്കെ അങ്ങനെയുള്ളവരാണ്. ഇനിയുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു, റീഡ് ക്വസ്റ്റ്യൻ ട്വൈസ് ഓർ ത്രൈസ്. 2-3 വട്ടം ക്വസ്റ്റ്യൻ വായിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു വട്ടം വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. നമ്മൾ ആ നോട്ട് എന്നുള്ള വാക്ക് ആദ്യത്തെ റൗണ്ടിൽ ചിലപ്പോൾ വായിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2 വട്ടം വായിക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 2 വട്ടം വായിക്കണമെന്ന് പറഞ്ഞത്. സോ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ മാർക്ക് ദ ആൻസർ സൈമൾട്ടേനിയസ്ലി. നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് നോക്കി അതിൻ്റെ കൂടെ തന്നെ ആൻസർ മാർക്ക് ചെയ്ത് പോകണം. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ ഇതെല്ലാം കൂടെ മാർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസേഴ്സ് തിരിഞ്ഞു പോകും. ഈ മാർക്ക് ചെയ്യുമ്പോൾ ബബിൾ ചെയ്യുന്നത് മേളിലും താഴേക്ക് ആയിപ്പോവും. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും അവസാനം ആൻസർ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്.
ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ കൂടെ മാർക്ക് ചെയ്ത് പോവുക. അവിടെ വരെ നമ്മൾ സേഫായി കഴിഞ്ഞു അന്നേരെ തന്നെ. അതുകൊണ്ട് ഒരിക്കലും അവസാനം എല്ലാം കൂടെ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവസാനം ബബിൾ ചെയ്യാൻ നിൽക്കരുത്. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ OMR ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഒരു വിരൽ ഇങ്ങനെ വെച്ചിരിക്കണം. കാരണം ആ ലൈനിൽ തന്നെ ബബിളാണോ നമ്മൾ റൗണ്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്. അല്ലെങ്കിൽ മേളിലോട്ടും താഴോട്ടും നമുക്ക് മാറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഒരു വിരൽ വെച്ചിരിക്കണം, ആ ലൈനിൽ തന്നെയാണോ നമ്മൾ ബബിൾ ചെയ്യുന്നതെന്ന്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ ആൻസർ OMRലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജസ്റ്റ് മൈൻഡിലൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓപ്ഷൻ ഇപ്പോൾ ബി ആണെങ്കിൽ ബി ആണെന്നൊന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കൈ ആ ലെഫ്റ്റ് സൈഡിൽ വെക്കുക OMRൻ്റെ, എന്നിട്ട് ബബിൾ ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും തെറ്റിപ്പോകത്തില്ല. കാരണം 100 ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റും ചിലപ്പോൾ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് മാർക്ക് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക, അല്ലെ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുമ്പോൾ, ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഇച്ചിരി സ്ലോ ആയിട്ട് ചെയ്യുക. കാരണം നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ടൊന്ന് വാമപ്പായി വരാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ ആദ്യം തന്നെ കയറി സ്പീഡിൽ ചെയ്യാൻ ചിലപ്പോൾ തെറ്റും. ആദ്യം ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് പതുക്കെ നോക്കി OMR ബബിൾ ചെയ്യുക. പിന്നെ ഗ്രാജുവലി സ്പീഡപ്പ് ചെയ്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഫുൾ ത്രോട്ടിൽ സ്പീഡിലാവുക. പെട്ടെന്ന് പിന്നെ ചെയ്ത് പോവുക. ഇതൊരു പ്രിക്കോഷൻ പോലെയാണ്. നമ്മളൊന്ന് വാമപ്പായി ക്വസ്റ്റ്യൻ പേപ്പറും ആ എൻവയോൺമെൻ്റ് ഒക്കെ ആയിട്ട് ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഉള്ളത്, കീപ് ട്രാക്ക് ഓഫ് യുവർ ടൈം. ഒരു 20 to 25 സെക്കൻഡിൽ കൂടുതൽ ഫസ്റ്റ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 20 to 25 സെക്കൻഡിൽ കൂടുതൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ എടുക്കരുത്. ഫസ്റ്റ് റൗണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കരുത്. അപ്പം ആ ഒരു 20 സെക്കൻഡ് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ഞാൻ 20 സെക്കൻഡ് പാസ് ചെയ്തെങ്കിൽ അപ്പം തന്നെ വിട്ടേക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് മൈൻഡിൽ വേണം, ആ ടൈമിൻ്റെ ഒരു ട്രാക്ക് വേണം നമ്മുടെ മൈൻഡിൽ. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ എക്സാം ഹാളിലൊന്ന് ശ്രദ്ധിക്കുക. ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഈ മാർക്ക് ഭയങ്കരമായിട്ട് കുറയാനൊരു റീസൺ എന്ന് പറയുന്നത് ഈ എക്സാമിന് മുന്നുള്ള ടെൻഷനും പേടിയാണ്. ഒരുപാട് പഠിക്കാത്തവരും ചിലപ്പം ഒരുപാട് ഫ്രണ്ട് റാങ്കിലെത്തും. പിന്നെ നന്നായിട്ട് പഠിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തവർ ചിലപ്പം ബാക്കിലും വരും. എനിക്കറിയാം, എൻ്റെ പല ഫ്രണ്ട്സിനെ അറിയാം, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് എക്സാമിന് മുന്നേ ഒരു ടെൻഷനും ഫിയറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പോയാൽ പോട്ടെ, അടുത്ത എക്സാമിന് നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇത് പോയാൽ നിങ്ങൾക്ക് അങ്ങ് ലോകം അവസാനിക്കുമൊന്നും അല്ലല്ലോ. സോ ഇത് എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അതങ്ങ് പോട്ടെ, ഭംഗിയായിട്ട് അടുത്ത എക്സാം എഴുതിയെടുക്കാം. സോ അതിലൊരു പേടി നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിലും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ട്. സോ ഇതൊരു വലിയ കാര്യമല്ല. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല. ഇതിലും വലുതൊക്കെ നമ്മൾ നേരിട്ടിട്ടില്ലേ. സോ ഇതൊന്നും ഒരു കാര്യമല്ല. അതിൽ നിങ്ങൾ വറി ചെയ്യാൻ വേണ്ട, അങ്ങനെ അങ്ങ് പോയാൽ മതി. ആ ഒരു മെൻറ്റാലിറ്റിയോടെ എക്സാമിനെ ഫേസ് ചെയ്താൽ മതി. ഇത് പോയാൽ പോട്ടെ, അടുത്തതിന് ഞാൻ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ പഠിക്കാതെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഠിച്ച് അത്രയും വറിയായിട്ടിരിക്കരുത്. ഒരിക്കലും വറിയായിട്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിച്ച് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇത് പോയാൽ അടുത്ത എക്സാമിനും ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചെഴുതും. സോ അതിൽ പേടിക്കേ വേണ്ട. ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ട്രൈ ടു റിലാക്സ്. നമ്മൾ ഒരിക്കലും ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ കിടന്ന് സ്ട്രെസ്ഡ് ഔട്ടായിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ പഠിത്തത്തിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് നമ്മുടെ റെസ്റ്റ് ടൈം, ബാക്കി ഫിസിക്കലി മെൻ്റലി ഹാപ്പി ആവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പഠിക്കുന്നത് വളരെ കുറച്ച് ടൈം മതി. ഒരുപാട് ടൈം ലാസ്റ്റ് മൊമെൻറ്റ്സിൽ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ PDF നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ലാസ്റ്റ് മൊമെൻറ്റ്സിൽ പെട്ടെന്ന് നമുക്ക് പോർഷൻ കംപ്ലീറ്റ്ലി നോക്കാൻ പറ്റിയ ഒരു നോട്ട്, അതൊക്കെ നോക്കിയാൽ മതി. നമ്മുടെ നോട്ട്സ് തന്നെ നോക്കിയാലും മതി. നമ്മുടെ ഗ്രേഡ് 2ൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ് ആ നോട്ട്സ്. ആ നോട്ട് തന്നെ നോക്കിയാൽ മതി ഈ ലാസ്റ്റ് മൊമെൻറ്റ്സിൽ. സോ അങ്ങനെ നിങ്ങൾക്ക് അത്ര ഉള്ള പഠിത്തം മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇക്വേഷൻസ് കാര്യങ്ങളോ മറന്നു പോകുന്ന സാധനങ്ങൾ ഒരു റൗണ്ട് കൂടെ നോക്കാൻ, അങ്ങനെയുള്ള ടൈമാണ് ഈ ലാസ്റ്റ് മൊമെൻറ്റ്സ്. ആ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും സ്ട്രെസ്ഡ് ആവണ്ട. നിങ്ങൾ നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. റിലാക്സ്ഡ് ആയിട്ട് ഈ 2 ദിവസം ഇരിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരവും നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് ബ്രെയിനിനെ ഒന്ന് കുറച്ച് ഫ്രഷപ്പ് ആക്കി എടുക്കുക, നല്ല ആക്റ്റീവ് ആക്കി എടുക്കുക ബ്രെയിനിനെ. അതൊക്കെയാണ് നമ്മൾ ഈ ലാസ്റ്റ് 1 day 2 daysലൊക്കെ ചെയ്യേണ്ടത്. സോ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, സ്ട്രെസ് ഔട്ട് ആവുന്ന കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ വീട്ടിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവാതിരിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
മാക്സിമം കുറച്ച് റിലാക്സിങ് മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളെ എന്താണോ ഹാപ്പി ആക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് എക്സാം എഴുതിക്കോ. ഒരു പ്രശ്നവും വരത്തില്ല. ഇത് പോയാൽ അടുത്ത എക്സാം അങ്ങനെ വിചാരിച്ചാൽ മതി. ധൈര്യമായിട്ട് എഴുതാൻ പറ്റുന്നതല്ല എഴുതുക. ഒരിക്കലും കറക്കി കുത്താൻ നിൽക്കരുത്. 50% അറിയാവുന്ന ഒരു സാധനം കറക്കി കുത്താൻ നിൽക്കരുത്. എക്സാം വളരെ ഈസി ആണെന്നുണ്ടെങ്കിൽ ഒരു 80% വരെ അറിയാവുന്ന ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. എക്സാം ടഫാണെന്ന് തോന്നിയാൽ അനാവശ്യമായിട്ട് കറക്കി കുത്താൻ നിൽക്കരുത്. അനാവശ്യമായിട്ട് ഒരു ക്വസ്റ്റ്യനും എഴുതാൻ നിൽക്കരുത്. വീണ്ടും ലാസ്റ്റ് 3rd റൗണ്ടിൽ വന്നിട്ട് വെറുതെ കറപ്പിക്കാൻ നിൽക്കരുത്. ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും, കുറച്ച് വെറുതെ നെഗറ്റീവ് കൂടിപ്പോവും. ഈസി ആണെന്നുണ്ടെങ്കിൽ മാത്രം മാക്സിമം അറ്റംപ്റ്റ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതാൻ നോക്കുക. അത്രേ ഉള്ളൊരു ചെറിയൊരു ടിപ്പായിട്ട്. വേറെ ഒന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ പോവുക. ഇനി പറയാനുള്ളത്, നമ്മുടെ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് 22nd തൊട്ട് 26th വരെ, എന്ന് വെച്ചാൽ എക്സാമിന് മുന്നേ വരെ യൂട്യൂബിൽ നമ്മൾ എന്നും ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. സോ അത് ഒരു മണിക്കൂർ അത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളൊന്ന് എന്നും ടൈം മാറ്റി വെക്കണം. 24th ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് ആപ്പിൽ അവൈലബിൾ ആണ്. 24th ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് ആപ്പിൽ അവൈലബിൾ ആണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഏത് പൊസിഷനിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രത്തോളം മുന്നിലെത്തി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ പേടി മാറ്റാനും ആ ടെൻഷൻ മാറ്റാനും ഈ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 24th ആപ്പിൽ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങളും പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. സോ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് ഒന്നും പേടിക്കാതെ ധൈര്യമായിട്ട് പോയിട്ട് എക്സാം എഴുതിക്കോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.